ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ റവയാണ് എടുക്കുന്നത്. റവ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. റവ ഞാനിവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പുട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ചീകി വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആ ക്യാരറ്റ് ഞാൻ ഒന്ന് ചിരകി വെച്ചിരിക്കുകയാണ്. വറുത്ത പൊടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പുട്ടുണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി. റവയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയാണുള്ളതെങ്കിൽ അതുകൊണ്ടാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കേണ്ട, നമുക്കതിന് ആവശ്യം. അതിനുശേഷം നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയ്ക്കും ക്യാരറ്റിനും നല്ല നനവുള്ളത് കൊണ്ട് അത് പൊടിക്ക് അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മയമാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പുട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ടാണ്. എല്ലാവർക്കും കഴിക്കാൻ കൊള്ളാവുന്നതാണ്. കുട്ടികൾക്കൊക്കെയാണേലും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അതിനകത്ത് കട്ടകളെല്ലാം മാറ്റി നന്നായിട്ട് ഒന്ന് ഉരുണ്ട് വരുന്ന പരുവാകുമ്പം അത് നല്ല കണക്ക് പരുവാണ്. ഇനി നമുക്ക് അത് പുട്ടുകുറ്റിയിലേക്ക് ഒന്ന് മാറ്റാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുട്ടുപൊടി വാരിയിടുക. നമുക്ക് ഇടയ്ക്ക് വേണ്ടിയവർക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടുപൊടി വാരിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ വെച്ച് നമുക്കത് അടുപ്പിലേക്ക് വയ്ക്കാം. ഈ പുട്ടുപൊടി നമുക്ക് ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ അത് റെഡിയാവും. ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് ഇപ്പോൾ അതിന് ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അന്ന് എടുത്ത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്. പഴം ഉപയോഗിച്ച് നമുക്കതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്.